മൺഡേ കമന്റ് ബോക്സിന്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ 10 കമന്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് പഴയ വീഡിയോകളിൽ നിന്നുള്ള. അപ്പൊ അതിൽ ആദ്യത്തെ കമന്റ്സ് പറയുന്നത് അൾട്ടിമേറ്റ് ഗെയിമർ എന്ന ആളുടെയാണ്. ബ്രോ, എന്റെ ഹോം തിയേറ്റർ ബേസ് വർക്ക് ആവുന്നില്ല. ഐസി നോക്കിയപ്പോ കത്തിപ്പോയിരിക്കുന്നു, നമ്പർ കാണാൻ പറ്റണില്ല. ഏതായിരിക്കും ഐസി? TDI 2030 ആയിരിക്കോ, അല്ലെങ്കിൽ ഏതൊക്കെ ഐസി യൂസ് ചെയ്താൽ ബേസ് കിട്ടുക? ഐസി നോക്കിയപ്പോ കത്തിപ്പോയി. കമ്പനി ഇംബെക്സ് മോഡൽ സാൻഡോ, പ്ലീസ് റിപ്ലൈ. അപ്പോൾ സബ്വൂഫർ ചാനലിന്റെ ഐസിയാണ് കത്തിപ്പോയതെങ്കിൽ ബേസിനെ പറ്റി പ്രശ്നമാക്കേണ്ട കാര്യമുള്ളൂ. കാരണം ചാനൽ സ്പീക്കേഴ്സ് ഒക്കെ വളരെ ചെറുതായതുകൊണ്ട് അതിലൂടെ ഒന്നും ബേസ് വരുന്നില്ല. അപ്പൊ അതൊക്കെ 2030 ഇട്ടാൽ മതിയാവും. ചെറിയ സ്പീക്കർ തന്നെ ആണെങ്കിൽ. സബ്വൂഫർ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതായത് 2030 ട്രൈ ചെയ്യാം. അപ്പൊ അത്യാവശ്യം വർക്കിംഗ് വ്യത്യാസമുണ്ട്. കുറച്ച് ബേസ് ക്വാളിറ്റി കൂടുതൽ കിട്ടും. കുറച്ച് പവർ തന്നെ കൂടുതലുള്ളതുകൊണ്ട് ബേസ് ക്വാളിറ്റി കൂടി കിട്ടും. രണ്ടാമത്തെ കമന്റ് മുഹമ്മദ് ഫൈസ് CK എന്ന ആളുടെയാണ്. പുഷ് പവർ പ്രൊട്ടക്ഷൻ എന്ന് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഈ പുഷ് പവർ പ്രൊട്ടക്ഷൻ എന്ന് കാണിക്കുന്ന അധികവും മറ്റേ നമ്മുടെ ആ ഒരു പഴയ തരം ഡെക്കുകളിലാണ് കണ്ടിട്ടുള്ളത്, പിന്നെ DVD-കളിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പവർ സപ്ലൈ കംപ്ലൈന്റ്, ഷോർട്ട് അല്ലെങ്കിൽ മദർ ബോർഡ് ഷോർട്ട്, അപ്പൊ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അതായത് ഡ്രോപ്പ് ആവുക, പവർ സപ്ലൈ കറക്റ്റ് വർക്ക് ചെയ്യാത്ത അവസ്ഥകൾ, ഷോർട്ടാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. DVD ഒക്കെ ആണെങ്കിൽ ചെക്കിങ് കുറിച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അത്ര എളുപ്പത്തിലൊന്നും പെട്ടെന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ മെയിൻ ആയിട്ട് ഈ ആംപ്ലിഫയർ ഡെക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും കൂടുതൽ സാധ്യത. ചെക്ക് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം എന്താണ് പ്രൊട്ടക്ഷന് കാരണം. പല കാരണം കൊണ്ടും വരുന്നതുകൊണ്ട് കൃത്യമായൊരു കംപ്ലൈന്റ് പറയാനില്ല. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇത് നോക്കുക, ഷോർട്ട് ഉണ്ടോ നോക്കുക, സപ്ലൈ കറക്റ്റ് ആണോ നോക്കുക, എന്നിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കമന്റ് ഇവന്റ് ഹൊറൈസൺ എന്ന് ചാനലാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് 160 വാട്ട്സ് ഉള്ള ആംപ്ലിഫയറും 100 വാട്ട്സ് ഉള്ള സ്പീക്കറും ഉണ്ട്. ആംപ്ലിഫയറിൽ മാക്സിമം വോളിയം വെച്ചാൽ സ്പീക്കറിന് കേടുപാട് സംഭവിക്കുമോ? സ്പീക്കറിനേക്കാൾ പവർ കൂടിയ ആംപ്ലിഫയറിൽ എത്ര വരെ വോളിയം വെക്കാം? പ്ലീസ് മറുപടി തരണം. ഗൂഗിളും യൂട്യൂബും ഫുൾ തപ്പി ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. സ്പീക്കർ ഇംപെഡൻസ് 8 ohms, സ്പീക്കർ അഹൂജ, ആംപ്ലിഫയർ മേധ. അപ്പൊ 160 വാട്ട്സ് ആംപ്ലിഫയറിൽ 100 വാട്ട്സ് വൂഫർ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ വൂഫർ കംപ്ലൈന്റ് വരാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഫുൾ വോളിക്ക് വെക്കുകയാണെങ്കിൽ എന്തായാലും ആ വൂഫർ കംപ്ലൈന്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾക്ക് എന്തായാലും അതൊരു ക്ലിപ്പിംഗ് സൗണ്ട് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു 3/4 വോളിക്കത്തും തന്നെ ക്ലിപ്പിംഗ് ആവും. അതായത് ഊഫർ തള്ളി പടക്കെന്നുള്ള സൗണ്ട് ഒക്കെ വരും. അപ്പൊ ആ കണ്ടീഷനിലൊന്നും നമുക്ക് ഫുൾ വോളിയം വെക്കാൻ പറ്റില്ല. അപ്പൊ മാക്സിമം ഡിസ്റ്റോർഷൻ ഇല്ലാത്ത ലെവലിൽ നമ്മൾ പ്ലേ ചെയ്താൽ കുറച്ചു കാലം നന്നാക്കി ഉപയോഗിക്കാൻ പറ്റും. സ്പീക്കറിനേക്കാൾ പവർ കൂടിയ ആംപ്ലിഫയർ വെക്കുമ്പോൾ എന്തായാലും വളരെ ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കണം. അത് അതിന്റെ ആ ഒരു സെറ്റിംഗ്സ്, അതായത് നമ്മൾ ബേസ് ലെവലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ വലിയ കുഴപ്പമില്ല. അടുത്ത കമന്റ് ഹരിപ്രസാദ് എന്ന ആളുടെയാണ്. SMD റെസിസ്റ്റേഴ്സ് ബേൺ ആയി നമ്പർ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നമ്പർ ആൻഡ് വാല്യൂ എങ്ങനെ ഫൈൻഡ് ചെയ്യും? പറഞ്ഞു തരാവോ പ്ലീസ്? ബേൺ ആയി പോയ റെസിസ്റ്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനെ പറ്റി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്ക് റെസിസ്റ്റർ വാല്യൂ കണ്ടുപിടിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൃത്യമായ നമുക്ക് ആ ഒരു ഐഡിയ ഇല്ല, സർക്യൂട്ടിനെ പറ്റി വലിയ ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു തരത്തിൽ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്ന റിസ്ക് ആണ്. നമ്മൾ മറ്റൊരു സർക്യൂട്ട് റെഫർ ചെയ്ത് തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഈ തരത്തിലുള്ള ആ ലോഡ് എന്താണെന്നുള്ളത് അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യുക. അപ്പൊ ഞാൻ അതിനെ പറ്റി ഇവിടെ ചെക്ക് ചെയ്തിട്ട് അതിന്റെ വാല്യൂ പറഞ്ഞുതരാം. അതല്ലെങ്കിൽ ആ വീഡിയോ നോക്കിയിട്ട് അതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത കമന്റ് മനേഷ് K എന്ന ആളുടെയാണ്. 12-0-12 ട്രാൻസ്ഫോമർ 24 വോൾട്ട് ആക്കാൻ പറ്റുമോ? അപ്പൊ അത് നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾക്ക് മാറ്റാം. അതെങ്ങനെയാ വെച്ചാൽ 24-0-24 ഡുവൽ സപ്ലൈയിലേക്ക് നമുക്ക് അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അത് 12 വോൾട്ട് ആക്കിയിട്ട് ഇൻവെർട്ടർ ബോർഡ് വെച്ചിട്ട് 24-0-24 മാറ്റണം. അല്ലെങ്കിൽ നമുക്ക് 0-24 കിട്ടുക. അതായത് ആ രണ്ട് എൻഡിലുള്ള ആ ട്രാൻസ്ഫോമറിന്റെ സെന്റർ ടാപ്പ് വെച്ച് മറ്റേ 2 ലൈനും എടുത്താൽ നമുക്ക് അത് ബ്രിഡ്ജ് ചെയ്ത് എടുത്ത് ഔട്ട്പുട്ട് എടുത്താൽ നമുക്ക് 0-24 കിട്ടും. അപ്പൊ അത് മതിയാവൂ. അല്ലെങ്കിൽ 24-0-24 വേണോ, അതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുക. എന്നിട്ട് അതിന് വേണ്ട പോലെ സപ്ലൈ ഉണ്ടാക്കണം. ഈ 12-0-12 നമുക്ക് 24 ആക്കണമെങ്കിൽ ട്രാൻസ്ഫോമർ ഔട്ട് ആണെങ്കിൽ നേരിട്ടിട്ട് നമുക്ക് 0-24 കിട്ടുള്ളൂ. അടുത്ത കമന്റ് അമൽ ഗോപൻ എന്ന ആളുടെയാണ്. ചേട്ടാ, 230 വാട്ട്സ് 2 ചാനൽ സ്പീക്ക് പവർ ആംപ്ലിഫയറിൽ എത്ര വാട്ട്സ് RMS ഉള്ള സ്പീക്കർ കണക്ട് ചെയ്യാം? ഇത് മുൻപ് ചോദിച്ച 160 വാട്ട്സിനോട് സാമ്യമുള്ള ഒരു ഉത്തരമാണ് ഇതിന് പറയാനുള്ളത്. അപ്പോ 230 വാട്ട് 2 ചാനൽ പീക്ക് പവർ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഒരു ചാനൽ എത്ര ഉണ്ടാവും? അതിന്റെ നേരെ പകുതി ഉണ്ടാവും. അല്ലെങ്കിൽ സിംഗിൾ ചാനൽ 230 വെച്ചിട്ട് 2 ചാനലാണെങ്കിൽ ഒരു 500 വാട്ട്സിന് അടുത്തായി. അപ്പൊ പീക്ക് പവറിന് നമുക്ക് ആ പീക്ക് പവർ കിട്ടുന്ന ഏത് തരം ഊഫറും ഉപയോഗിക്കാം എന്നാണ് എന്റെ അഭിപ്രായം. അത് എല്ലായ്പ്പോഴും അല്ല. അതായത് അങ്ങനെ ആ ഒരു ലൗഡ്നെസ് ആ ആൾ ഉപയോഗിക്കുന്നത് പോലെയാണ് നമുക്ക് അതിന്റെ ആ ലൈഫ് കിട്ടുക, ആ സ്പീക്കറിന്റെ ആ ആംപ്ലിഫയറിന്റെ ആയാലും. അപ്പോൾ നല്ല ലൗഡായി ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിലാണെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് RMS നോക്കി തന്നെ എടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഈ 230 വാട്ട്സ് പീക്ക് വെച്ചിട്ട് നമുക്കിപ്പോൾ റൂമിൽ ആവശ്യമാണെങ്കിൽ 230 വാട്ട്സ് പീക്ക് കിട്ടുന്ന സാധനം ഏതെടുത്താലും നമുക്കത് ഉപയോഗിക്കാം. നമ്മൾ അത്രയും ലൗഡ്നെസ് ഒന്നും റൂമിൽ വെക്കില്ലല്ലോ. അങ്ങനെ RMS അല്ലെങ്കിൽ ഈ പീക്ക് പവറെ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പീക്ക് പവർ കിട്ടുന്ന ലെവലിലുള്ള എടുക്കാം. 230, 250 അങ്ങനെയൊക്കെ ഉള്ള എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. മാക്സിമം RMS തന്നെ അറിയാൻ പറ്റുമോ നോക്കുക.
അടുത്ത കമന്റ് സുരേഷ് തുഷാരം എന്ന ആളുടെയാണ്. ബ്രോ ഒരു സംശയം, ആംപ്ലിഫയർ ചെയ്യുമ്പോൾ ആംബ് ഇൻപുട്ട് ഭാഗത്തു കൂടി AC 230 വോൾട്ട് വയർ ചെയ്യുമ്പോൾ ഹമ്മിങ് ഒഴിവാക്കാൻ ഷീൽഡ് വയർ ഉപയോഗിക്കാമോ? അപ്പൊ തീർച്ചയായിട്ടും ഉപയോഗിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ആ ഷീൽഡ് വയർ ഉപയോഗിക്കുന്നത് നമ്മൾ ആ സിഗ്നൽ ഔട്ട് എടുക്കുന്നിടത്ത് കൂടെ ചിലത് ക്രോസ് ചെയ്തൊക്കെ വരും. അപ്പൊ നമുക്ക് ഹമ്മിങ് നോയ്സ് ഒക്കെ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഷീൽഡ് വയർ നിർബന്ധമായിട്ടും ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അതായത് രണ്ട് സൈഡ് വെറുതെ ഷീൽഡ് ഉണ്ടാപ്പോരാ, നമുക്കത് എർത്ത് ചെയ്ത് തന്നെ ഷീൽഡ് കൊണ്ടുവരണം. എന്നാൽ ആ ഹമ്മിങ് നോയ്സ് കുറെ കുറഞ്ഞിട്ടു. കഴിയുന്ന AC കോഡ് വയർ ആ ഒരു ലൈന് സിഗ്നൽ ലൈന് സ്പീക്കർ ലൈന് ക്രോസ് ചെയ്യാതെ തന്നെ കൊണ്ടുപോകാൻ നോക്ക് ആംപ്ലിഫയർ അസംബിൾ ചെയ്യുമ്പോൾ. അപ്പൊ ഞാനൊക്കെ അസംബിൾ ചെയ്യുമ്പോൾ പരമാവധി അതിന് ശ്രമിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിലൊക്കെ കഴിയുന്നു നമ്മൾ AC ലൈൻ AC ഇൻപുട്ട് ലൈന് നമുക്ക് കഴിയുന്നു ഈ സിഗ്നലിന് മറ്റൊന്നിന് ക്രോസ് ചെയ്യാതെ തന്നെ കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കാറ്. ആ DC സെക്ഷൻ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്ത് പോകാറുള്ളൂ. മാക്സിമം അത് തന്നെ ശ്രമിച്ചു നോക്കുക. ഏതെങ്കിലും സൈഡിൽ ഒരു AC ഇൻപുട്ട് ലൈന് കയറുന്ന സാഹചര്യം ഉണ്ടായാൽ നമുക്ക് അവിടെ AC ആക്കാം, മറ്റേ സെക്ഷനിലേക്ക് മാറ്റാം. അപ്പൊ ഷീൽഡ് വയർ ഉപയോഗിക്കുന്നത് വളരെ നല്ല കാര്യം. അടുത്ത കമന്റ് അൻസാർ എന്ന ആളുടെയാണ്. ചേട്ടാ, കാർ സ്റ്റീരിയോ കേൾക്കുന്ന മ്യൂസിക്കും ഹോം തിയേറ്ററിൽ കേൾക്കുന്ന മ്യൂസിക്കും വളരെ വ്യത്യാസമുണ്ട്. അതിന്റെ കാരണം ഒന്ന് പറയാമോ? എനിക്ക് കാർ സ്റ്റീരിയോയിൽ കേൾക്കുന്നതാണ് ഇഷ്ടം. കാരണം സ്റ്റീരിയോ ക്ലാരിറ്റി തന്നെ. ചേട്ടന്റെ അഭിപ്രായവും ഒന്ന് പറയാമോ? കാർ സ്റ്റീരിയോയിൽ ക്ലാരിറ്റി വരാനുള്ള കാരണം കാർ സ്റ്റീരിയോന്റെ ആംബ് ഒരുവിധം ബ്രാൻഡഡ് ഒക്കെയാണ് കേൾക്കുന്നതെങ്കിൽ അതിനകത്ത് ആംബും അതിന്റെ ഓഡിയോ പ്രോസസ്സിംഗ് ഒക്കെ വളരെ ക്വാളിറ്റിയുള്ള പാർട്സ് ഉപയോഗിച്ചും വളരെ നല്ല രീതിയിലുള്ള പ്രോസസ്സിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഹോം തിയേറ്റർ അത് ഏതാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല. ഹോം തിയേറ്റർ ഒരു ബ്രാൻഡഡ് ഒക്കെ ആണെങ്കിൽ ആ കാർ സ്റ്റീരിയോയുടെ ക്വാളിറ്റിയോ അല്ല അതിൽ കൂടുതലോ കിട്ടും. അപ്പൊ പ്രശ്നം വ്യത്യാസം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ രണ്ടിന്റെയും ആ മേഡിന്റെ ക്വാളിറ്റിയാണ്. കാർ ഓഡിയോ ഉണ്ടാക്കിയ ക്വാളിറ്റി അല്ല ഹോം തിയേറ്റർ ഉണ്ടാക്കിയത്. ഹോം തിയേറ്റർ വളരെ ചീപ്പായി ഉണ്ടാക്കിയതുകൊണ്ട് അതിന്റെ ഓഡിയോ ക്വാളിറ്റി ഔട്ട്പുട്ടും ചീപ്പായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ കാർ സ്റ്റീരിയോന്റെ ക്ലാരിറ്റി എന്തായാലും ലോക്കൽ ഹോം തിയേറ്ററിന് ഉണ്ടാവില്ല. ബ്രാൻഡഡ് ഹോം തിയേറ്ററിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ 9ാമത്തെ കമന്റ് വിവേക് VS എന്ന ആളുടെയാണ്. TDI 2030 IC പകരം 2050 IC യൂസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ കുറച്ചു മുമ്പും ആ കമന്റുകൾ എടുത്തതിൽ വന്ന പ്രശ്നമായിരിക്കാനാണ് സാധ്യത. അപ്പൊ അതിന് ഞാൻ പറഞ്ഞതും ഇത് ഉത്തരം തന്നെയാണ്. അതായത് TDI 2030 പകരം TDI 2050 ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ അതിനെപ്പറ്റി വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് പോയി കാണാം. 2030 IC വേഴ്സസ് 2050 IC എന്ന് പറഞ്ഞൊരു വീഡിയോ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ അത് ഒന്ന് കണ്ടുവെക്കാം. അപ്പൊ അതിനകത്ത് ഞാൻ ഉപയോഗിച്ച് കാണിക്കുന്നത് സബ് വൂഫറിന്റെ ലൈനിലാണ് ഞാൻ 2050 IC ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അത് ചെക്ക് ചെയ്ത് നോക്കുക, ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ലാസ്റ്റ് കമന്റ് പാൽപായസം എന്ന ചാനലിലാണ്. തെർമിസ്റ്ററിന് പകരം റെസിസ്റ്റർ ഉപയോഗിക്കാമോ? തെർമിസ്റ്റർ വാല്യൂ 15 ആണ്. അപ്പൊ തെർമിസ്റ്ററും റെസിസ്റ്ററും തമ്മിൽ വളരെ വലിയ മാറ്റമുണ്ട്. റെസിസ്റ്ററിന്റെ സ്ഥാനത്ത് തെർമിസ്റ്ററിന്റെ സ്ഥാനത്ത് റെസിസ്റ്ററും ഉപയോഗിക്കാൻ പറ്റില്ല. തെർമിസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ അതിന് ചൂട് ഉണ്ടാകുമ്പോഴും ചൂട് കുറയുമ്പോഴും വേരിയേഷൻ വരാനുള്ള ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് തെർമിസ്റ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ സ്ഥാനത്ത് നമ്മൾ റെസിസ്റ്റർ ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ആലോചിച്ചറിയാലോ, ആ ഒരു സർക്യൂട്ടിൽ അതിന്റെ ആ ആവശ്യം തന്നെ വേറെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ആ വേരിയേഷൻ വരുന്നിടത്ത് റെസിസ്റ്ററാണ് ഉപയോഗിച്ചെങ്കിലോ അപ്പൊ ആ ആവശ്യം നമുക്ക് നടക്കില്ല. അതേപോലെ തന്നെയാണ് തെർമിസ്റ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് രണ്ടും വേറെ ആപ്ലിക്കേഷൻ ആണ്, വേറെ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഇന്നത്തെ കമന്റ് ബോക്സിൽ നമുക്ക് 10 കമന്റ്സ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ മറ്റൊരു കമന്റ് സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത തിങ്കളാഴ്ച കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.